ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെർമിസലിയും മുട്ടയും കുറച്ച് വെജിറ്റബിൾസും കൂടി ഉണ്ടെങ്കിൽ ഇനി മുതൽ അങ്ങോട്ട് രാവിലെ കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം. എന്താണെന്നല്ലേ? അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു 3 മുട്ടയാണ്. ആദ്യം ഇവ 3 ഒരു പാനിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂണിൽ താഴെ ഉദ്ദേശം ഒരു 4 നുള്ള് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒപ്പം ഇതേ അളവിൽ 4 നുള്ള് ഉപ്പ് കൂടി ചേർത്ത് നമുക്കിത് അടുപ്പത്തേക്ക് വെച്ചൊന്ന് വരട്ടിയെടുക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്ക് ഈ മുട്ട വരട്ടിയെടുക്കാൻ. അതുപോലെ മുട്ട വരട്ടിയെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് പ്രത്യേകിച്ച് എണ്ണയൊന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഒരു നോൺ സ്റ്റിക്ക് പാൻ ഉണ്ടായാൽ തന്നെയും നമുക്കത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരട്ടിയെടുക്കാം. അങ്ങനെ ഇവിടെ മുട്ടയെല്ലാം നല്ലതുപോലെ വരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഒന്നെങ്കിൽ ഇതേ പാന് തന്നെ ചൂടാറിയതിന് ശേഷം കഴുകി നമുക്ക് ഈ വെർമിസലി മൂപ്പിക്കാനായിട്ട് എടുക്കാം. അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാൻ എടുത്തതിന് ശേഷം അതിലേക്ക് ഈ പറഞ്ഞതുപോലെ 140 ഗ്രാം വെർമിസലി ഇട്ട് കൊടുക്കുക. ഇനി തുടരെ ഒന്ന് ഇളക്കി വെർമിസലിയുടെ കളർ ചേഞ്ചായി ഒരു ഗോൾഡൻ കളറായി വരുന്നത് വരെ മൂപ്പിക്കുക. ഇവിടെ നമ്മൾ ഈ എടുത്തിരിക്കുന്നത് സാധാരണ ഉപ്പുമാവിനെടുക്കുന്ന ആ ഒരു ടൈപ്പ് വെർമിസലി അല്ല, പകരം പായസത്തിനൊക്കെ ഉപയോഗിക്കുന്ന നീളത്തിലുള്ള ഒടിച്ചെടുക്കാൻ പാകത്തിനുള്ള വെർമിസലിയാണ് കേട്ടോ. അപ്പോൾ ഈ വെർമിസലി ഏകദേശം ഒരു ഗോൾഡൻ കളറായി വരുമ്പോഴേക്കും ഇനി ഇതിലേക്ക് 300 ml ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒപ്പം തന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഉദ്ദേശം ഒരു 3 മിനിറ്റോളം വേവിക്കാം. വെർമിസലിക്ക് വലിയ വേവൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ 3 മിനിറ്റ് കൊണ്ട് തന്നെ വെർമിസലി കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടും. ഇവിടെ ഇപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു അടപ്പും എടുത്ത് നോക്കാം. വെർമിസലിയൊക്കെ കറക്റ്റ് വെന്ത് കിട്ടി. അതുപോലെ നമ്മൾ ഈ ചേർത്ത് കൊടുത്ത വെള്ളവും കംപ്ലീറ്റ് ആയിട്ട് വറ്റിയിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, വെർമിസലി വെന്തതിന് ശേഷം വെള്ളം ബാക്കിയുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഊറ്റി കളയാവുന്നതേ ഉള്ളൂ. അതുപോലെ ഒരു കാരണവശാലും വെർമിസലി വെന്ത് കുഴഞ്ഞു പോകാനും പാടില്ല. ഇവിടെ ഈ വേവിച്ചെടുത്ത വെർമിസലി നമ്മൾ ഈ പാനോട് കൂടി തന്നെ ഒരു വശത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഒരു കടായിയോ മറ്റോ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ വെളിച്ചെണ്ണ ചൂടായി തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞത് 1/2 ടീസ്പൂൺ അളവിൽ ചേർത്ത് മൂപ്പിക്കാം. അങ്ങനെ ഈ ചേർത്ത് കൊടുത്ത ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ചമണം മാറി വരുമ്പോഴേക്കും ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ഒരല്പം നീളത്തിൽ നൈസായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കാം. ഒപ്പം തന്നെ കുറച്ച് ക്യാബേജ്, ഏകദേശം ഒരു പിടി ക്യാബേജോളം വരും കേട്ടോ, അത് നമുക്കിതോടൊപ്പം ഇട്ട് കൊടുക്കാം. കൂടാതെ ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് തീ ഹൈ ഫ്ലെയിമിൽ വെച്ച് 2 മിനിറ്റ് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇവിടെ ഇപ്പോൾ ഈ 2 മിനിറ്റുകൾക്കുള്ളിൽ തന്നെ വെജിറ്റബിൾസ് ഏകദേശം ഒന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. കൂടുതലായിട്ട് നമുക്കിത് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, അതുപോലെ 1/4 ടീസ്പൂണിൽ താഴെ ഉപ്പ്, ഇവ 3ഉം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിക്കുക. അതായത് ഈ ചേർത്ത് കൊടുത്ത മുളക് പൊടിയായാലും ഗരം മസാല പൊടിയായാലും നല്ലതുപോലെ മൂത്ത് കിട്ടണം. അങ്ങനെ നമ്മൾ ഈ ചേർത്ത് കൊടുത്ത പൊടി ഐറ്റംസും കൂടി മൂത്ത് വന്നാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് നേരത്തെ വേവിച്ച് മാറ്റി വെച്ച വെർമിസലി ചേർത്തിളക്കാം. അപ്പോൾ നമ്മൾ ഈ വേവിച്ച് മാറ്റി വെച്ച് വെർമിസലി കൂടി ചേർത്ത് ഇളക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ വരട്ടിയെടുത്ത് വെച്ച മുട്ടയാണ് കേട്ടോ. അത് ഇതോടൊപ്പം ചേർത്ത് കൊടുത്തിട്ട് ഇനി ഒടുവിലായിട്ട് ഇതിലേക്ക് 15 ml ടേബിൾ സ്പൂണിൽ 1/2 ടേബിൾ സ്പൂൺ അളവിൽ സോയാ സോസ് ചേർത്ത് കൊടുക്കുക. ഒപ്പം തന്നെ 1/2 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് നമുക്കിവ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓരോ തവണയും നമ്മളിതിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടതില്ല, പകരം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഇത്രയും ഒന്നായി കഴിഞ്ഞാൽ ഒടുവിലായിട്ട് കുറച്ച് മല്ലിയില കൂടി വിതറിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റമാണ്. കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുള്ള പ്രതീക്ഷയോടുകൂടി നിർത്തട്ടെ. നന്ദി, നമസ്കാരം.